ഉരുളൻതണ്ണി ക്നാച്ചേരിയിലെ കാഴ്ചകളും വിശേഷങ്ങളും തുടരുകയാണ്. നമ്മൾ രാവിലെ തന്നെ ഹോം സ്റ്റേയുടെ അടുത്തുള്ള പ്രദേശങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഈ ഫെൻസിങ് കെട്ടൽ ഇവിടെ നല്ലൊരു ബിസിനസ് ആണെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ എല്ലാവരും കിട്ടില്ല. ലൈൻ പോവില്ല, അങ്ങനെ പോവില്ല. ചെറിയൊരു ഷോക്ക് ഉണ്ടല്ലോ. ക്നാച്ചേരി ശ്രീ ദുർഗാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ വനപ്രദേശം ഒരു പക്ഷി സങ്കേതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിദേശികളും സ്വദേശികളുമായ ധാരാളം പക്ഷി നിരീക്ഷകർ ഇവിടെ വരാറുണ്ട്. ദേശാടന കിളികൾ കേരളത്തിൽ ആദ്യം എത്തുന്നത് ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. പെട്ടെന്ന് മാറിയില്ല. ഞാനങ്ങനെ രാവിലെ കഴിഞ്ഞാൽ വേറെ സെറ്റപ്പ്. ഇത് പുതിയ ഫ്രഷ് ആയിട്ട് വേറെ അടുത്തുനിന്ന് ടൂർ പോയില്ല. അതുപോലെ നമ്മള് ഇല്ലാത്ത ആൾക്കാരെ പോലെ അതുകൊണ്ട് ഞങ്ങൾ 5 ആളുകളൊക്കെ ഉണ്ട്. അവിടെ കാണും. വൈകിട്ടിറങ്ങുമല്ലേ? വൈകിട്ടിറങ്ങും. ഈ കുട്ടികളായിട്ട് നിൽക്കണ ആന എങ്ങനെ വലിയ കുഴപ്പക്കാരായിരിക്കും? അതൊക്കെ ചിലപ്പോൾ കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് ആന മാറില്ല. ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, അതിൻ്റെ കൂടെ നടക്കും. ഇവിടെ കുറച്ചാൾക്ക് മുമ്പ് ആന കൊന്നു പറഞ്ഞാൽ ശരിയാണ്. ആ പോണ വഴിക്ക് അവിടെ ആണല്ലോ പയ്യനെ രാത്രി അല്ലേ? രാത്രി 7 മണി ആ പോണ വഴിക്ക് അവിടെ. അതിന് ശേഷം അവിടെ കിടക്ക് ലൈറ്റ് പറയുന്ന ഫോട്ടോ വരുന്നല്ലേ? നമ്മള് സെലിബ്രിറ്റി അല്ലേ? ആ വഴിക്ക് പോകണമെങ്കിലേ നേരം അപ്പുറത്തൂടി അല്ലേ? നമ്മുടെ വണ്ടി വന്നാൽ പൂട്ട ഇച്ചിരി താഴെ ഇട്ടിട്ട് പോകും. നമുക്ക് ഇട്ടിട്ട് പുറകെ അങ്ങോട്ട് പോയാലോ? ഒരുപാടില്ല. നമ്മൾ പോയാലോ? ഇതിലേ പോയാലും പറ്റുന്നോ? അതിലെ പോയാൽ പാറപ്പുറത്തോടെ പോയാൽ അത് പോയി ചെറിയ വഴി. ഇവരുടെ കൂടെ പോയൊരു ഗുണം എന്താ? ഫോറസ്റ്റ് ഗാർഡ് ഉണ്ടാവും, മനസ്സിലായോ? അവരിവിടം വരെ ഈ പാറപ്പുറത്ത് അവരിവിടം വരെ പോകുന്നു. അല്ല, അവര് പാറപ്പുറത്ത് വരെ പോകുന്നു. പാറ വിട്ട് പോകില്ല, അപ്പുറത്ത് പോകില്ല. ഈ പാറപ്പുറത്ത് സൈഡിൽ കൂടെ ഒന്ന് ഇതൊക്കെ അവരെ സൈഡിലെ വ്യൂ കാണാൻ വേണ്ടി പോകണല്ലോ. അപ്പുറത്തേക്കൊന്നും പോകുന്നില്ല. അവര് പാറ വിട്ട് അപ്പുറമായിട്ട് പോകില്ല. നമ്മ പാറ വിട്ട് അപ്പുറത്തേക്ക് പോകണം. അല്ല, നമ്മ പോകണില്ല. ഇവര് ഫുഡും ഡ്രൈ വുഡില് എർത്ത് പാസ് ചെയ്യൂല. ഡ്രൈ വുഡില് എർത്ത് പാസ് ചെയ്യൂല, അറിയോ? അവനറിയാം. ഡ്രൈ വുഡില് പാസ് ചെയ്യുന്നത്. ഈ പാറയിലൂടെ മുകളിലോട്ട് കയറിയാൽ അവിടെ നിന്ന് അമ്പലത്തിലേക്കൊരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ടൂറിസ്റ്റുകളോടൊപ്പം നമ്മളും അങ്ങോട്ട് പോവുകയാണ്.
ഇത് ശരിക്കും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ പാറയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ ചുറ്റും മലകളും മരങ്ങളും, ഇവിടെ ഒരുപാട് കിളികളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കിളികളുണ്ട്. നമുക്ക് അവറ്റകളെ കുറേ ദൂരെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു സാധാരണ മൊബൈൽ ഫോണിൽ പകർത്തുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റാത്തത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പക്ഷി നിരീക്ഷകർ അവർ താഴെ അമ്പലമൊരുക്കുന്ന ഭാഗത്തെ ഉൾക്കാട്ടിലോട്ട് പോയി. അവരോടൊപ്പം ഗൈഡുണ്ട്. നമ്മൾ തനിച്ചാണ്. അനിലേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ തനി ഇറങ്ങിയത്. അല്ലെങ്കിൽ രാവിലെയുള്ള കാഴ്ചകൾ മിസ്സാകുമല്ലോ. ഈ ഭാഗത്ത് ധാരാളം ആനയുള്ള സ്ഥലമാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒറ്റയാനോണ്ട് കൂട്ടമായിട്ടും ഉണ്ട്. അപ്പോൾ ഈ ആനപ്പിണ്ടം കണ്ടപ്പോൾ തന്നെ നമുക്ക് ടെൻഷനായി, ഇനി അങ്ങോട്ട് പോയാൽ എങ്ങനെയാകും. അതുകൊണ്ട് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് ഒരു ഗൈഡ് നമ്മളുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തനിച്ചാ വന്നതെങ്കിൽ ഒരു കാരണവശാലും കാട് കയറരുത്. കാരണം ഇവിടെ എപ്പോഴും ആനയുള്ള സ്ഥലമാണ്, ആനയുടെ സാന്നിധ്യമുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അവരിവിടെ സ്ഥിരം വരുന്ന ആൾക്കാരാണ്. ഈ സ്ഥലത്തെക്കുറിച്ച് അവർക്ക് നല്ല അറിവുണ്ട്. അപ്പോൾ നമ്മൾ അവർ പറയുന്നത് കേൾക്കണമല്ലോ. അതുകൊണ്ട് ഇനിയുള്ള കാഴ്ചകൾ രാമേട്ടൻ വന്ന ശേഷം ആകാൻ തീരുമാനിച്ച് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. ഇത് കുഞ്ഞാണല്ലോ കാണുന്നില്ല. ആണ് തോന്നുന്നത്. കുഞ്ഞ ഒരു കിലോമീറ്റർ ഉണ്ട് പറയാം. അപ്പൊ പോയ ഇൻട്രസ്റ്റ് ആണോ? 1 കിലോമീറ്റർ ആണ് കേട്ടോ. രണ്ട് സ്ഥാനത്തിലേ പറയുള്ളൂ. ഓ, വെറുതെ തീപ്പെട്ടിക്കൊള്ളി വരച്ചാൽ നിന്ന് കത്ത് അത്ര ഇതായിട്ട് ഇങ്ങനെ താനുണ്ടാവും. ആകാശം ശ്രദ്ധിച്ചാ പ്യുവർ നീല കട്ടപ്പുറയിലാണ്. സൂര്യൻ ഉദിക്കുമ്പോ തന്നെ ഇവിടെ വരും. സൂര്യൻ ഉദിക്കുമ്പോ തന്നെ വരും നിങ്ങൾ. അതെ, അതാണ് വിഷയം. 2 മരം ഇങ്ങനെ ഇവിടെ മറ്റു സാധനം ഉണ്ടാവോ? രാമേട്ടൻ പിണവർക്കുടിയിലാണ് ഉള്ളത്. അവിടെ നിന്ന് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയമൊക്കെ നമുക്ക് ഇവിടേക്കൊന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഈ റോഡ് മാർഗം അങ്ങോട്ട് നടക്കുകയാണ്. 1 കിലോമീറ്റർ അപ്പുറത്ത് ചെന്നാൽ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് കാണാം. കണ്ടില്ലേ, ഗംഭീര കാടാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു വാഹനങ്ങൾ വരുന്നതും പിന്നെ 1-2 പേര് ഇങ്ങനെ വഴിയാത്രക്കാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു ധൈര്യമുണ്ട്. ഇതാണ് അമ്പലത്തിലേക്ക് പോകുന്ന മെയിൻ എൻട്രൻസ്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇനി രാമേട്ടൻ വരാതെ നമ്മളങ്ങോട്ട് പോകുന്നില്ല. ചെടിപ്പ അങ്ങോട്ട് കയറാവോ? ഈ അമ്പലത്തിന്റെ അങ്ങോട്ട്? അമ്പലത്തിന്റെ അവിടെ ചിലപ്പോൾ ആനയുണ്ടാവും. ഇന്നാള് ആനയും കുഞ്ഞും ഒക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി അമ്പലത്തിന്റെ കമ്പിയൊക്കെ പൊട്ടി കളഞ്ഞു. അതെ, പോണതിന് കുഴപ്പമില്ല, നോക്കി പോയാൽ മതി. ശരി, എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല. അമ്പലത്തിന്റെ ചേച്ചി ഈ വേനൽക്ക് വെള്ളം കുടിക്കാനേ നോക്കി പോയാൽ മതി. അനക്കം കേൾക്കൊണ്ടോ. അപ്പൊ അയാൾ വന്നിട്ട് പോവാം. എന്തായാലും പോകണം കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്ലേസ് ആയിട്ട് തോന്നണം എനിക്ക്. അവരാണെങ്കിൽ രാംചേട്ടൻ തന്നെ ഇവിടെ ഇല്ലല്ലോ. ഇയാൾ മതി, ഇയാളായാലും മതി. നമ്മൾ കൂടുന്നതാണ്.